ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനം വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക അതിക്രമം. കൂടിയാട്ടം അധ്യാപകനെതിരെ പോക്സോ കേസെടുത്തു. ദേശമംഗലം സ്വദേശിനി കനകകുമാരനെതിരെയാണ് കേസെടുത്തത്. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കി. ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിന് മുന്നിൽ സമരവുമായി ഹിന്ദു ഐക്യവേദി. ശ്രീനാരായണപുരത്ത് അധ്യാപകനെ സ്കൂളിൽ കയറി രക്ഷിതാവ് മർദ്ദിച്ചു. കൊടകര മേൽപ്പാലത്തിന് സമീപം KSRTC ബസ് ലോറിയുടെ പുറകിലിടിച്ച് ബസ് യാത്രക്കാരായ 14 പേർക്ക് പരിക്ക്. പോർക്കുളത്ത് കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ ഇരിഞ്ഞാലക്കുടയിൽ നടക്കും. കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള പന്തലിന് കാൽനാട്ടി. വാർത്തകൾ വിശദമായി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. 10 മാനുകളാണ് ചത്തത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ നായ്ക്കളുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പാർക്ക് ഡയറക്ടർ BN നാഗരാജ് TCVയോട് പറഞ്ഞു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനമന്ത്രി റിപ്പോർട്ട് തേടി. ഒല്ലൂർ MLA കൂടിയായ റവന്യൂ മന്ത്രി K രാജനുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 4 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 2 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാൻ സമിതിക്ക് നിർദ്ദേശം നൽകി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ, വനം വിജിലൻസ് വിഭാഗം CCF ജോർജി P മാത്തൻ, ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. പുള്ളിമാനുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാകാത്ത സുവോളജിക്കൽ പാർക്കിലേക്ക് യാതൊരു സുരക്ഷയുമില്ലാതെ മൃഗങ്ങളെ മാറ്റുകയായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം നടത്താൻ വേണ്ടി മൃഗങ്ങളെ മാറ്റുകയായിരുന്നു എന്നാണ് ആക്ഷേപം. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ ആവശ്യപ്പെട്ടു. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിദഗ്ധരായ സൂ ഡിസൈനേഴ്സ് ഉൾപ്പെടുന്ന സംഘത്തെ കൊണ്ട് അന്വേഷിച്ച് അപാകതകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നും അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ആവാസ ഇടങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ എന്നിവയെ സംബന്ധിച്ച് സൂ ഡിസൈനിങ് അറിയാവുന്ന വിദഗ്ധരുടെ സംഘത്തെ കൊണ്ട് ഒരു വിദഗ്ധ പരിശോധന നടത്തിക്കണം എന്നും വളരെ കൃത്യമായി രേഖാമൂലം വനം വകുപ്പ് മന്ത്രി മുതൽ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ വരെയുള്ള എല്ലാവർക്കും ഫ്രണ്ട്സ് ഓഫ് സൂ നേരത്തെ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഇവയൊന്നും പാലിക്കാതെയാണ് സുവോളജിക്കൽ പാർക്ക് പെട്ടെന്ന് തുറക്കുകയും ഇപ്പോൾ സന്ദർശകർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. മൃഗങ്ങൾക്കും അവിടുത്തെ ജീവനക്കാർക്കും സന്ദർശകർക്കുമെല്ലാം പൂർണ്ണമായ സുരക്ഷ ഏറ്റവും അടിയന്തരമായി ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ വനം വകുപ്പിനോടും കേന്ദ്ര മൃഗശാല അതോറിറ്റി അഥവാ CZDയോടും ആവശ്യപ്പെടുകയാണ്. സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ, സിനോയ് സിനോജ്, ജോണി ചിറയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനെതിരെ പോക്സോ കേസ്. കൂടിയാട്ടം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് കേസെടുത്തത്. കലാമണ്ഡലം വൈസ് ചാൻസലറുടെ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അശ്ലീല ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നീ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പരാതി യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളായ അയ്യപ്പ ഭക്തരോട് അവഹേളനമെന്ന് പരാതി. ശബരിമല മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് വ്രതം നോറ്റ വിദ്യാർത്ഥികൾ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ 10 ദിവസം വിദ്യാർത്ഥിയുടെ പഠനം തടസ്സപ്പെടുത്തിയതിൽ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. സ്കൂളിലെ പ്രിൻസിപ്പാൾ, പ്രധാനാധ്യാപിക എന്നിവർക്കെതിരെയാണ് പരാതി. പലതവണ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂളിൽ വന്നിട്ടും വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റിയില്ല എന്നും പറയുന്നു. ചെയർമാൻ ഗോകുലം ഗോപാലന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തീരുമാനമെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ പ്രതികരണമെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ഇതേ തുടർന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എളവള്ളി അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ, BJP മണ്ഡലം പ്രസിഡന്റ് വിശ്വൻ, ബിജേഷ്, PG ഗിനീഷ്, അനീഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണപുരത്ത് അധ്യാപകനെ സ്കൂളിൽ കയറി രക്ഷിതാവ് മർദ്ദിച്ചു. പോഴങ്കാവ് സെയിന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയെ ആണ് രക്ഷിതാവ് പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനീഷ് മർദ്ദിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ധനീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് 3:30യോടെ സ്കൂളിന്റെ ഓഫീസിലെത്തിയ ധനീഷ് അധ്യാപകനായ ഭരത് കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. ധനീഷിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ദേശീയപാത കൊടകര മേൽപ്പാലത്തിന് സമീപം KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് വേഗത കുറച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് സംശയിക്കുന്നു. അപ്രതീക്ഷിതമായി ലോറി വേഗം കുറച്ചപ്പോൾ ബസ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. മുഖത്തും നെറ്റിയിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. അപകട സമയത്ത് പല യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. 30ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ലോറി നിർത്താതെ പോയതായി പോലീസ് പറഞ്ഞു. കൊരട്ടിക്കരയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസ്സും തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസ് സ്ഥലത്തെത്തി. പോർക്കുളത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. പോർക്കുളം കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പോർക്കുളം സ്കൂൾ സ്റ്റോപ്പിന് സമീപം റോഡിന് കുറുകെ കടക്കുന്നതിനിടെ ചിറക്കൽ ഭാഗത്തു നിന്നും പാറേമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും.
ഇരിഞ്ഞാലക്കുടയിൽ ഈ മാസം 18 മുതൽ 21 വരെ നടക്കുന്ന 36ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ പന്തൽ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T ശൈലജ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം മാസ്റ്റർ നീരജ് കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റേജ് പന്തൽ കൺവീനർ PM സാദിഖ്, AC സുരേഷ് വാര്യർ, CP ജോബി, PT സെമി, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ, പ്രിൻസിപ്പാൾ ലിജോ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 37 ഡിവിഷനുള്ള നഗരസഭയിൽ 34 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കോർ കമ്മിറ്റി ഐക്യകണ്ഠേന അംഗീകരിച്ചു. വാർഡ് 35 വെട്ടിശ്ശേരിക്കുളം മുസ്ലിം ലീഗിനായി നീക്കിവെച്ചു. 29ാം വാർഡായ മൈത്രി നഗർ, വാർഡ് 37 കരുണാലയം എന്നിവയിലെ സ്ഥാനാർത്ഥികളെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കും. വലപ്പാട് കോടൻ വളവിൽ ഹോട്ടൽ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. നാട്ടിക സ്വദേശി കുറുമ്പേപ്പാടത്ത് 66 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഹോട്ടൽ തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ പുലർച്ചെ ബൈക്കിൽ ജോലിക്ക് പോകുമ്പോഴാണ് കുഴഞ്ഞു വീണത്. കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം സെക്രട്ടറി ബൈജു ലൂയിസ് CPM-ൽ ചേർന്നു. മുരളി പെരുന്നെല്ലി MLA പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പതാക കൈമാറി. പാവറട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ, PS ബിജു, KR സുമേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് എന്നിവർ സംസാരിച്ചു. 30 വർഷത്തോളം കേരള കോൺഗ്രസ് M പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ബൈജു. കുഴൂർ പഞ്ചായത്ത് അംഗം സേതുമോൻ ചിറ്റേത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് വിട്ട് CPM-ൽ ചേരാൻ തീരുമാനിച്ചതായി സേതുമോൻ ചിറ്റേത്ത് അറിയിച്ചു. കുഴൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. കോൺഗ്രസ് അംഗമായിരുന്ന E കേശവൻകുട്ടി പാർട്ടി നേതൃത്വവുമായി ഉണ്ടായ കലഹത്തെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തൊഴിലാളികളായി അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. INTUC തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന നേതൃയോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK വേണു, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, മടപ്പള്ളി മോഹനൻ, ഗോപാൽ കൊട്ടിയം, മുസ്തഫ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള കക്കാട് പൊതുകുളം ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. നിരവധി തവണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കുളം വൃത്തിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലർ പ്രസുന്ന രോഷിത്ത് പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് പ്രദേശവാസികളായ യുവാക്കൾ കുളം ഭാഗികമായി വൃത്തിയാക്കിയിരുന്നു. എന്നാൽ പരിചയസമ്പന്നരായ ജോലിക്കാരെ നിർത്തി കുളത്തിലെ ചണ്ടി പൂർണ്ണമായും നീക്കം ചെയ്ത് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാമൂഹ്യവിരുദ്ധർ കുളത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതായും ആക്ഷേപമുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ ദേശീയ തീർത്ഥാടന നഗരമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ ബാക്കിയുള്ള 25 സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് S ജയസൂര്യൻ, BJP തൃശൂർ ജില്ലാ നോർത്ത് ജില്ലാ പ്രസിഡന്റ് C നിവേദിത, ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, KS രാജേഷ്, വിപിൻ കുടിയേടത്ത്, സെക്രട്ടറി രാജൻ തറയിൽ, പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് പരിശ്രമിക്കും. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ എടത്തുരുത്തി സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. തെക്കേത്തറ വീട്ടിൽ അമിത് ശങ്കറിനെയാണ് കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് ജയിലിലടച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരുപോലെ കഴിവ് തെളിയിക്കുകയാണ് 11 വയസ്സുകാരൻ.
പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂൾ വിദ്യാർത്ഥിയും ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി വേണു ജലജ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളുമായ വൈഖാനാണ് വിധിയെ വെല്ലുവിളിച്ച് തന്റെ പ്രകടനത്താൽ ആരെയും വിസ്മയിപ്പിക്കുന്നത്. ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട വൈഖാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ വിധിയെ തോൽപ്പിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ഭുതമാവുകയാണ്. മാസം തികയും മുമ്പേ ജനിച്ചവരാണ് വൈഖാനും ഇരട്ട സഹോദരി വൈഗയും. പക്ഷേ വൈഖാനു മാത്രമാണ് കാഴ്ചശക്തി ജന്മന നഷ്ടമായത്. തുടർ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മകന്റെ ഈ അവസ്ഥയിൽ തളരാതിരുന്ന മാതാപിതാക്കൾ വൈഖാന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ചു. താല്പര്യമുണ്ട്, അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലായാലും അവന് വേഗം ഇപ്പം നമ്മൾ അവനിരുന്ന് സ്വന്തമായിട്ടിരുന്ന് പഠിച്ചോളും. നമ്മൾ പറയാം, അവന് സമ്മാനം കിട്ടുന്നത് ഭയങ്കര ആഗ്രഹമാണ് അവന്. അപ്പം അതുകൊണ്ട് തന്നെ അവന് പഠിച്ചോളും. ഇപ്പം ഇവിടെ അവനെ അറിയാമല്ല, അതുകൊണ്ട് അവൻ ചെയ്യും. പിന്നെ ഇപ്പം സൈക്കിൾ ഔട്ടവൻ ഇങ്ങനെ ആണെങ്കിലും അവനെ അറിയാം സൈക്കിൾ. ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ, നമ്മൾ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. സൈക്കിൾ ഔട്ടവനെ ചവിട്ടും. തബല പഠിക്കുന്നുണ്ട്. തബല ഭയങ്കര കൊട്ടാൻ ഏറ്റവും ഇഷ്ടം തന്നെ അതിന് കൊട്ടലാണ് ഏറ്റവും ഇഷ്ടം. പഠനത്തിൽ മിടുക്കനായ മകനിൽ മറ്റു കഴിവുകളും കൂടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കലാപരിശീലനവും ചെറുപ്പത്തിലേ നൽകി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വൈഖാന്റെ പ്രകടനം. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. അടുത്തിടെ നടന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 6 ഇനങ്ങളിൽ 5 എണ്ണത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് A ഗ്രേഡും ഈ മിടുക്കൻ സ്വന്തമാക്കി. മുൻവർഷങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയും അധികം ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. UP വിഭാഗം സംസ്കൃതം പദ്യം ചൊല്ലൽ, സംസ്കൃതം ഗാനാലാപനം, സംസ്കൃതം കഥാകഥനം, മലയാളം പദ്യം ചൊല്ലൽ, സംസ്കൃതം സംഘഗാനം, വന്ദേ മാതരം തുടങ്ങിയ മത്സരങ്ങളിലാണ് സമ്മാനങ്ങൾ നേടിയത്. മലയാളം കവിത, ഇംഗ്ലീഷ് പോയം, വന്ദേ മാതരം, സംഘഗാനം, സംസ്കൃതം പദ്യം ചൊല്ലൽ, സംസ്കൃത് ഫസ്റ്റ്, പിന്നെ ഗാനാലാപനം സംസ്കൃതം ഫസ്റ്റ്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വാരിക്കൂട്ടിയ ചെറുതും വലുതുമായ സമ്മാനങ്ങളാണ് വൈഖാന്റെ വീട്ടകം നിറയെ. ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ വൈഖാന് ഒരു ഉത്തരമേയുള്ളൂ: കളക്ടറാകണം. TCV കയ്പമംഗലം. ചെറുതുരുത്തിയിൽ 3 വയസ്സുകാരൻ കാറിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഷോപ്പിങ്ങിന് ഇറങ്ങിയ രക്ഷിതാക്കൾ കാർ നിർത്തി പുറത്തിറങ്ങിയപ്പോൾ ഡോറുകൾ ലോക്കാവുകയായിരുന്നു. രക്ഷിതാക്കൾ വീട്ടിൽ പോയി മറ്റൊരു താക്കോൽ എടുത്തു വരുന്നതിന് മുൻപ് തന്നെ കുട്ടി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ചെറുതുരുത്തി അഡീഷണൽ SI അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു. RP മൊയ്തുട്ടി ഫൗണ്ടേഷന്റെയും എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് സംസ്ഥാനതല ബാലകലാമേള ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. RP മൊയ്തുട്ടി സാഹിബിന്റെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സൗജന്യമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതലത്തിലെ അങ്കണവാടി, പ്രീ സ്കൂൾ, LP സ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. എരുമപ്പെട്ടിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ KR അനിൽ, വൈസ് പ്രിൻസിപ്പാൾ CV അമ്പിളി, PR സലാഹുദ്ദീൻ, PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രജിത സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഞാനിന്ന് ഇവിടെ RP മൊയ്തുട്ടി ഫൗണ്ടേഷനും ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി ചേർന്ന് നടത്തുന്ന സംസ്ഥാനതല ബാലകലാമേളയായ റെയിൻബോ 2025 കുറിച്ച് സംസാരിക്കാനാണ് എത്തിയത്. ഈ പരിപാടി RP മൊയ്തുട്ടി സാഹിബിന്റെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതാണ്. ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണയെ അർത്ഥവത്താക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമാണ് റെയിൻബോ 2025.
വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഹ്ലാദം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമാണ് ഇക്കുറി ചന്ദ്രാപിന്നി HSS ഓവറോൾ നേടിയത്. UP ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിലും ഹൈസ്കൂൾ സംസ്കൃതോത്സവത്തിലും ഒന്നാം സ്ഥാനം നേടി. സ്കൂൾ അങ്കണത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിജയാഹ്ലാദം നടത്തിയത്. സംസ്ഥാന ശാസ്ത്രമേളയിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുത്ത് 4 ഇനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. E.T. ടൈസൺ MLA, PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ, പ്രിൻസിപ്പാൾ PK സുരേജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി സ്കൂളിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾ. ജില്ലയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന CBSE സ്കൂൾ ശാസ്ത്രോത്സവം STEM എക്സ്പോ ഈ മാസം 18-ന് ചിറ്റിലപ്പള്ളി IES സ്കൂളിൽ നടക്കും. CBSE ഈ വർഷം STEM വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ സഹോദയയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 30 സ്കൂളുകളിൽ നിന്നും 800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് ഓവറോൾ ട്രോഫി സമ്മാനിക്കും. വരും വർഷങ്ങളിലും ജില്ലാ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. IES പ്രിൻസിപ്പാൾ CA ബീന, IES സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, തൃശൂർ സഹോദയ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് PH സജീവ് കുമാർ, വൈസ് പ്രിൻസിപ്പാൾ SN ബീന, പ്രോഗ്രാം കോർഡിനേറ്റർ ദീപ മാധവൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. 14-ാം തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ബുധനാഴ്ച നടക്കും. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അയ്യപ്പസ്തുതികളും സുബ്രഹ്മണ്യസ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ ശാസ്താംപാട്ടിൽ അരങ്ങേറ്റം കുറിച്ച് വനിതകൾ. 64കാരി ഉൾപ്പെടെ 7 വനിതകളാണ് അരങ്ങേറ്റം കുറിച്ചത്. ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. അന്തിക്കാട് സ്വദേശിയും വാദ്യകലാകാരനുമായ ആറ്റുപുറത്ത് അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് ഇവർ പരിശീലനം നേടിയത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള 7 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ഒരുമിച്ച് അരങ്ങേറ്റം നടത്തിയത്. ദിവസവും ഓരോ മണിക്കൂർ വീതം 3 മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് ഇവർ
ഉടുക്കുകൊട്ടി പാടാൻ പഠിച്ചത്. 10ഓളം സ്ത്രീകൾ നമ്മുടെ അടുത്ത് ശാസ്താംപാട്ട് പഠിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ആശ്രമത്തിൽ വന്ന് പഠിപ്പിക്കലും അങ്ങനെയായിട്ടൊരു 3 മാസത്തോളം നമ്മുടെയും ആ സ്ത്രീകളുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ട് 10-ാം തീയതി അരങ്ങേറ്റത്തിനുള്ളൊരു പാകത്തിലായി അവർ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. അയ്യപ്പസ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ ഇവർക്കിപ്പോൾ അനായാസം കഴിയും. കുമ്മിതാളത്തിലുള്ള പാട്ടുകളാണ് അരങ്ങേറ്റ വേദിയിൽ കൊട്ടിപ്പാടിയത്. ശോഭന, കാഞ്ചന, ബിന്ദു, മീര, സുധ, വിലാസിനി എന്നിവരിനി ശാസ്താംപാട്ട് വേദികളിൽ സാന്നിധ്യമാകാനാണ് ലക്ഷ്യമിടുന്നത്. പഠിച്ചു തുടങ്ങിയിട്ട് 2-3 മാസമായി. പക്ഷെ എല്ലാവർക്കും ഇതിൽ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ട്. ഇത്തിപ്പുഴ വേദാന്താശ്രമം അമ്പലമാണ് ഇവിടെ, സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ അമ്പലത്തിൽ ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും ഞങ്ങളുടെ പാട്ടും ഞങ്ങൾക്കിത് പാടി ഇവിടെ കൊട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി അരങ്ങേറ്റ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. TCV തൃശൂർ. പെങ്ങാമുക്ക് എന്ന ഗ്രാമത്തിന്റെ സുവർണകുമാരനായി വേദ്നാഥ്. സംസ്ഥാന കായികമേളയിൽ സ്വർണം നേടിയതോടെ ദേശീയതലത്തിലടക്കം 7ഓളം സ്വർണ്ണ മെഡലുകളാണ് വേദ്നാഥ് തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ വാരിക്കൂട്ടിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നടന്ന കായികമേളയിൽ ജൂനിയർ മെയ്പൈറ്റിലാണ് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വേദ്നാഥ് സ്വർണം കരസ്ഥമാക്കിയത്. 6-ാം വയസ്സ് മുതൽ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന വേദ്നാഥ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും ഒട്ടേറെ തവണ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അരുവായി VKM കളരിയിൽ വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിലാണ് കളരി പഠനം. കളരിപ്പയറ്റിനു പുറമെ ക്രിക്കറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ ജൂനിയർ പ്രതിഭ. KCA അണ്ടർ-14 സംസ്ഥാന ക്രിക്കറ്റ് B ടീമിൽ കഴിഞ്ഞ വർഷം അംഗമായിരുന്നു. അണ്ടർ-14, അണ്ടർ-16 ജില്ലാ ടീമുകളിലും കളിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ കളരി അഭ്യാസിയായ ദേവസഹായം പിള്ളയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് വേദ്നാഥാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദ്നാഥ് ഇത്തവണ ജില്ലാ കായികമേളയുടെ ഭാഗമായ സ്കൂൾ ക്രിക്കറ്റിലും തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നു. കോച്ച് ഹൈദർ അലി, ക്രിക്കറ്റ് പരിശീലകൻ UA സലീം, ബോയ്സ് സ്കൂളിലെ കായികാധ്യാപകൻ ശ്രീനിഷ് തുടങ്ങിയവരാണ് വേദ്നാഥിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. പെങ്ങാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിന്റെയും രമ്യയുടെയും മകനാണ് വേദ്നാഥ്. TCV കുന്നംകുളം. അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മിച്ചത് തകരാൻ ഇടയാക്കിയത് നിർമ്മാണത്തിലെ ക്രമക്കേടാണെന്ന് CPI മാള മണ്ഡലം കമ്മിറ്റി അംഗം EK അനിലൻ ആരോപിച്ചു. ഈ വിഷയത്തിൽ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പരാതികൾ നൽകിയെങ്കിലും കരാറുകാരനെ സഹായിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും അനിലൻ ആരോപിച്ചു. നിർമ്മാണത്തിൽ കരാറുകാരനും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അനിലൻ പറഞ്ഞു. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച നേതാക്കൾക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം അന്വേഷണം നടത്തണമെന്നും EK അനിലൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി കുറ്റിച്ചിറയിൽ നടന്ന 47ാമത് തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിച്ച് ചാഴൂർ സ്വദേശിയായ യുവാവ്. ചാഴൂർ തച്ചന്ദ്ര അശോകിന്റെ മകൻ അദ്വൈതാണ് നേട്ടം കൈവരിച്ചത്. 70 കിലോഗ്രാം യുവജന വിഭാഗത്തിലും മുതിർന്നവരുടെ വിഭാഗത്തിലും 1-ാം സ്ഥാനം അദ്വൈതിനാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം 3-ാം വർഷ വിദ്യാർത്ഥിയാണ് അദ്വൈത്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല വെള്ളിയാഴ്ച ആഘോഷിക്കും. ഉച്ചയ്ക്ക് 2-ന് 5 ആനകൾ, പഞ്ചവാദ്യം എന്നിവയോടെ നടക്കുന്ന കാഴ്ചശീവേലിക്ക് കരിയന്നൂർ നാരായണൻ നമ്പൂതിരി പ്രാമാണികത്വം വഹിക്കും. പഴയന്നൂർ ശ്രീരാമൻ തിടമ്പേറ്റും. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് ആനച്ചമയ പ്രദർശനവും ഉണ്ടാകും. പൂപ്പത്തി സ്വദേശി ആളൂർ വീട്ടിൽ ശരത്തിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ 2 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയപറമ്പിൽ വാടക വീട്ടിൽ താമസിക്കുന്ന തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി യദുകൃഷ്ണ, ശാസ്താംകോണം സ്വദേശി ആദർശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers.
പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വനം വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾക്കു നേരെ ലൈംഗികാതിക്രമം. കൂടിയാട്ടം അധ്യാപകനെതിരെ പോക്സോ കേസെടുത്തു. ദേശമംഗലം സ്വദേശി കനകകുമാരനെതിരെയാണ് കേസെടുത്തത്. ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കി. ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിന് മുന്നിൽ സമരവുമായി ഹിന്ദു ഐക്യവേദി. ശ്രീനാരായണപുരത്ത് അധ്യാപകനെ സ്കൂളിൽ കയറി രക്ഷിതാവ് മർദ്ദിച്ചു. കൊടകര മേൽപ്പാലത്തിന് സമീപം KSRTC ബസ് ലോറിയുടെ പുറകിലിടിച്ച് ബസ് യാത്രക്കാരായ 14 പേർക്ക് പരിക്ക്. പോർക്കുളത്ത് കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ ഇരിഞ്ഞാലക്കുടയിൽ നടക്കും. കലോത്സവത്തിനോടനുബന്ധിച്ചുള്ള പന്തലിന് കാൽനാട്ടി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.